കുറച്ചുപേരെല്ലാം ഇപ്പോൾ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ആ കയറ്റി വിടുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇപ്പോഴും പാർട്ടി പ്രവർത്തകർ പുറത്ത്, പാർട്ടി പ്രവർത്തകരും വി എസിനെ ആരാധിക്കുന്നവരും വി എസിന്റെ താല്പര്യമുള്ളവരും എല്ലാം ഇങ്ങനെ ഓരോരുത്തർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തരെയായി പതിയെ അകത്തേക്ക് കടത്തി വിടുന്നു. എന്തായാലും അവരുടെ ആഗ്രഹം, കാരണം അത് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് വി എസിന്റെ വീട്ടുകാരും. കാരണം വി എസിന്റെ വീട്ടുകാർ എന്ന് പറയുന്നത് വി എസിനെ കാണുന്ന ഒരുപക്ഷെ അവരുടെ സ്വകാര്യ സ്വത്താണെങ്കിൽ പോലും വി എസ് നാടിന്റെ സ്വത്താണെന്ന ബോധ്യമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇതിന് വീട്ടിൽ ഇത്രയും തിക്കും തിരക്കും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെ കാണാൻ അനുവദിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വി എസിനെ കാണാൻ എത്തിയവർക്ക് ഈ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കാതെ തന്നെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അവർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ആ കാത്തുനിന്നത്, അതായത് പാർട്ടി പ്രവർത്തകർ അടക്കം പറഞ്ഞെങ്കിലും കാത്തുനിന്നത് വെറുതെ ആകുന്നില്ല. അവരകത്തേക്ക് പോകുന്നുണ്ട്. അവരെ അകത്തേക്ക് പോയി വി എസിനെ കാണാൻ ഉള്ള അവസാനം എത്ര മണിക്കൂർ കഴിഞ്ഞാലും ഇവിടെ നിന്ന് കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള ഉറച്ച വാക്കിൽ അവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും അതിന് ഉള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഓരോരുത്തരെയായി കയറ്റി വിടുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നതിനനുസരിച്ച് കടത്തിവിടുന്നുണ്ട്. എന്തായാലും ഇതൊരു ഒരുപക്ഷെ തലമുറകൾക്കാണ് വി എസിന്റെ പ്രവർത്തനങ്ങൾ ആവേശമായി മാറിയത്, അല്ലെങ്കിൽ അവർക്ക് ദിശാബോധം നൽകിയത് എന്നീ വാക്കുകൾ ഓരോന്നും വ്യക്തമാക്കുന്നതാണ്. പല പ്രായത്തിലുള്ള മനുഷ്യർ, പല തലമുറകളിൽപ്പെട്ട മനുഷ്യർ, അതിൽ ലിംഗവ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല, സംസ്ഥാനത്തിന്റെ അതിര് പോലുമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ സ്ഥാപക നേതാവിന് അതിർത്തികളില്ലാതെ ഒരു വിശാലമായ അദ്ദേഹത്തിനെ അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിച്ച നേതാവല്ല VS അച്യുതാനന്ദൻ. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള CPIM പ്രവർത്തകർ അവിടെ വീടിന് മുന്നിൽ കാത്തു നിൽപ്പുണ്ട്. അവർ പറയുന്നത് VS-ന്റെ വാക്കുകൾ, VS-ന്റെ പ്രസംഗം അത് തമിഴ്നാട്ടിലടക്കം അവിടുത്തെ തൊഴിലാളികൾക്ക്, അവർ പറഞ്ഞ വാക്കിൽ തൊഴിലാളികൾക്ക് പ്രചോദനമായിരുന്നു, തൊഴിലാളികൾക്ക് ആവേശമായിരുന്നു. ആ ആവേശം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. VS-ന് പ്രസംഗങ്ങൾ കേട്ടില്ലാത്ത, അല്ലെങ്കിൽ VS-ന്റെ സമരങ്ങളുടെ ഭാഗമായിട്ടില്ലാത്ത, അല്ലെങ്കിൽ VS-ന്റെ ആഹ്വാനത്തിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുടെയോ പ്രതിഷേധങ്ങളുടെയോ ഒന്നും ഭാഗമല്ലാത്ത, ഒരുപക്ഷെ VS സജീവമായി അങ്ങനെ കേരളമാകെ നിറഞ്ഞു നിൽക്കുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത വിദ്യാർത്ഥികളാണ് അവിടെ നിൽക്കുന്നത്. അവരൊക്കെ പറയുന്നത് VS-ന്റെ ചരിത്രം, അല്ലെങ്കിൽ VS പറഞ്ഞത്, VS-ന്റെ പ്രവർത്തനങ്ങൾ, ആ ഓർമ്മകളൊക്കെയും അവർക്ക് ഇനിയുള്ള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആവേശവും പ്രതീക്ഷയും ഒപ്പം ദിശാബോധവും നൽകുന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ച യുവാവ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, VS-നെ ഒരു നോക്ക് കാണാതെ എന്ന്. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പ്രവർത്തകരുടെ കാത്തുനിൽപ്പ്, അത് ഒടുവിൽ പാർട്ടി നേതൃത്വത്തിനും ഒരുപക്ഷെ VS-ന്റെ കുടുംബത്തിനും, VS അവസാനമായി കുടുംബത്തിനൊപ്പമുള്ളൊരു സമയമെന്ന നിലയിൽ പൊതുദർശനം ഒഴിവാക്കാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഒരുപക്ഷെ ആ കാത്തുനിന്ന മനുഷ്യർ, അത് VS ഒരു പൊതുസ്വത്തെന്ന് അംഗീകരിച്ച കുടുംബവും പാർട്ടി പ്രവർത്തകരും വളരെ നിയന്ത്രിച്ച് ഒന്നൊന്നായി ആളുകളെ വീടിനുള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്.